ഹായ് സുഹൃത്തുക്കളെ, നമസ്കാരം. ഏവർക്കും പുതിയൊരു വീഡിയോയിലേക്ക് ഹൃദ്യമായ സ്വാഗതം. ഇന്നത്തെ അധ്യായത്തിലൂടെ നമ്മൾ വളരെ രസകരമായ, നിങ്ങൾക്ക് വളരെ ഗുണകരമായ ഒരു അറിവാണ് മനസ്സിലാക്കാൻ പോകുന്നത്. നമ്മുടെ ജനിച്ച ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് വെച്ചുകൊണ്ട് നമുക്കുള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകൾ എന്താണ്, നമുക്കുള്ളിൽ മറഞ്ഞിരിക്കുന്ന ചില രഹസ്യങ്ങൾ എന്താണ്, നമ്മുടെ ഭാവി എന്താണ്, അത്തരത്തിൽ വളരെ ആക്യുറേറ്റ് ആയിട്ടുള്ള കുറച്ച് ഫലങ്ങളാണ് നമ്മളിനി മനസ്സിലാക്കാൻ പോകുന്നത്. ഏവർക്കും വീഡിയോയിലേക്ക് സ്വാഗതം. ഇതുപോലുള്ള കൂടുതൽ അറിവുകൾ നിങ്ങളിലേക്ക് എത്താൻ ആഗ്രഹിക്കുകയാണ് എങ്കിൽ ആയിരവല്ലി മീഡിയ ഇപ്പോഴൊന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. തുടർന്ന് വരുന്ന ബെല്ലൈക്കൺ കൂടി ഇനേബിൾ ചെയ്താൽ അപ്ലോഡ് ചെയ്യുന്ന എല്ലാ വീഡിയോയും ഉടൻ നിങ്ങളുടെ ഫോണിലേക്ക് നോട്ടിഫിക്കേഷനായിട്ട് വരുന്നതാണ്. ലോഷു ഗ്രിഡ്, ഇതിനു മുൻപ് ആയിരവല്ലി മീഡിയ എന്ന നമ്മുടെ സ്വന്തം ചാനലിൽ അതേപ്പറ്റിയുള്ള വീഡിയോ ചെയ്തിരുന്നു. നിങ്ങൾ കണ്ടിട്ടുണ്ടാകും എന്നാണ് വിശ്വസിക്കുന്നത്. പുതിയ സബ്സ്ക്രൈബേഴ്സ് അല്ലെങ്കിൽ കാഴ്ചക്കാരാണ് നിങ്ങൾ എങ്കിൽ പഴയ വീഡിയോ സെക്ഷനിലേക്ക് പോയി കഴിഞ്ഞാൽ ലോഷു ഗ്രിഡ് എന്ന് നിങ്ങൾക്ക് അതിൽ കാണുവാൻ സാധിക്കും. ചൈനീസ് ജ്യോതിഷപ്രകാരം നമ്മുടെ ഭാവിയും നമുക്കുള്ളിൽ അന്തർലീനമായിരിക്കുന്ന കഴിവുകളും ഗുണങ്ങളും തിരിച്ചറിയാൻ സാധിക്കുന്ന ഒന്നാണ് ഈ ലോഷു ഗ്രിഡ് എന്ന് പറയുന്നത്. സംഖ്യാശാസ്ത്രത്തെ അടിസ്ഥാനപ്പെടുത്തിയാണ് ഈ ലോഷു ഗ്രിഡ് പ്രവർത്തിക്കുന്നത്. ഇതിനെ ഒരു മാജിക് സ്ക്വയർ അല്ലെങ്കിൽ മാന്ത്രിക ചതുരം എന്നും വിശേഷിപ്പിക്കാറുണ്ട്. ചെറിയ ക്ലാസ്സുകളിൽ, അതായത് സ്കൂൾ വിദ്യാഭ്യാസ കാലഘട്ടത്തിൽ പലരും ഈ ലോഷു ഗ്രിഡിനെ പരിചയപ്പെട്ടിട്ടുണ്ടാകും. അപ്പോൾ ആ ഒരു ലോഷു ഗ്രിഡിന്റെ ഫലം നമ്മളിന്ന് മലയാളത്തിൽ വിശകലനം ചെയ്യാൻ പോവുകയാണ്. അപ്പോൾ എങ്ങനെയാണ് ലോഷു ഗ്രിഡ് നിർമ്മിക്കുന്നത് എന്ന് നമുക്ക് ആദ്യം പരിശോധിക്കാം. ഇതിന് അടിസ്ഥാനപരമായി നമ്മുടെ ജനന തീയതി നമ്മൾ കൃത്യമായും അറിഞ്ഞിരിക്കണം. അപ്പൊ ഞാൻ ഇവിടെ ഉദാഹരണത്തിന് ഒരു ജനന തീയതി എടുക്കുന്നുണ്ട്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനന തീയതി എടുക്കുക. 15/3/1995 എന്ന ഒരു ജനന തീയതിയാണ് എക്സാമ്പിൾ കാണിക്കുന്നതിന് വേണ്ടിയിട്ട്, അല്ലെങ്കിൽ ഒരു മാതൃക കാണിക്കുന്നതിന് വേണ്ടിയിട്ട് ഞാൻ എടുത്തിട്ടുള്ളത്. നിങ്ങൾ നിങ്ങളുടെ സ്വന്തം ജനന തീയതി വേണം എടുക്കുവാന്. ഇനി നമുക്ക് ആ ഒരു ലോഷു ഗ്രിഡ് നിർമ്മിക്കാം. ഇതിനായിട്ട് 3 നിരയും കോളവും ചേരുന്ന ഒരു ഗ്രിഡ് നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, അല്ലെങ്കിൽ ഒരു ചതുരം നമ്മൾ ഉണ്ടാക്കിയെടുക്കുക, ചിത്രത്തിൽ കാണിച്ചിരിക്കുന്നത് പോലെ. ഇനി അതിലേക്ക് ഇതിൽ കൊടുത്തിരിക്കുന്ന പോലെ ക്രമം തെറ്റാണ്ട് നമ്മൾ സംഖ്യകൾ എഴുതുക. 1 മുതൽ 9 വരെ ഈ ഒരു ക്രമത്തിൽ മാത്രം നിങ്ങൾ എഴുതി ചേർക്കുക. ഈ ക്രമം ഒരിക്കലും തെറ്റാൻ പാടില്ല. അപ്പൊ ഈ ഒരു ചതുരം നിങ്ങൾ എവിടെയെങ്കിലും കണ്ടിട്ടുണ്ടോ? 4ാം ക്ലാസ്സിലോ മറ്റോ ആണ് എന്ന് എനിക്ക് തോന്നുന്നു. മാന്ത്രിക ചതുരം എന്ന പേരിൽ, അല്ലെങ്കിൽ ഒരു മാജിക് സ്ക്വയർ എന്ന പേരിൽ ഇത് ടെക്സ്റ്റ് ബുക്കിൽ ഉണ്ട് എന്നാണ് എൻ്റെ ഒരു വിശ്വാസം. ഞാൻ പഠിക്കുമ്പോഴുണ്ടായിരുന്നു. അതായത് ഇതിനെ നമ്മൾ എങ്ങനെ കൂട്ടിയാലും ഉത്തരം എന്ന് പറയുന്നത് ഒന്നായിരിക്കും. ഇപ്പോൾ മുകളിലേക്ക് കൂട്ടിയാലും വശത്തേക്ക് കൂട്ടിയാലും കോണിലേക്ക് കൂട്ടിയാലും ഈ ഒരു ഗ്രിഡ് പ്രകാരം ഉത്തരം 15 പിന്നെ ആദ്യം നമ്മൾ ചെയ്യേണ്ടത് നമ്മുടെ ജനന തീയതി അനുസരിച്ച് ആ ജനന തീയതിയിലെ അക്കങ്ങൾ ഈ ഗ്രിഡിൽ എവിടെയൊക്കെയാണ് എന്നുള്ളതാണ്. ഉദാഹരണത്തിന് ജനന തീയതി നമ്മൾ 15/3/1995 എന്ന് എടുത്തിരുന്നല്ലോ. അതിൽ ഏതൊക്കെ സംഖ്യകളുണ്ടോ ആ സംഖ്യകളെല്ലാം നമ്മൾ എടുക്കുക. ഇവിടെ നമ്മൾ 1 2 തവണ ആവർത്തിച്ചിട്ടുണ്ടല്ലേ. ആവർത്തനം നമുക്ക് വേണ്ട. ആ 1നെ ഒരു തവണ എടുത്താൽ മതിയാകും. 5ഉം 2 തവണ ആവർത്തിച്ചിട്ടുണ്ടല്ലേ, ഒറ്റ തവണ എടുത്താൽ മതിയാകും. 9ഉം 2 തവണ ആവർത്തിച്ചിട്ടുണ്ട്, ഒരു 9 എടുത്താൽ മതിയാകും. അപ്പോൾ നിങ്ങളും നിങ്ങളുടെ ജനന തീയതിയിൽ ആവർത്തിച്ചിട്ടുള്ള സംഖ്യകൾ ഉണ്ടെങ്കിൽ അതിന് ഒരു തവണ മാത്രം എടുത്തുകൊണ്ട് ഏതൊക്കെ സംഖ്യകളുണ്ടോ ആ സംഖ്യകൾ മുഴുവൻ ഇങ്ങനെ എടുക്കുക. അപ്പൊ ഞാൻ ഇവിടെ എടുത്തിട്ടുള്ള ആ ഒരു ഡേറ്റ് ഓഫ് ബർത്ത് അനുസരിച്ച് 1, 5, 3, 9 എന്നിങ്ങനെ അക്കങ്ങളാണ് വന്നിട്ടുള്ളത്. ഇനി ഈ സംഖ്യകൾ ഗ്രിഡിൽ എവിടെയൊക്കെയാണ് എന്നും ആ സംഖ്യകൾ എത്ര തവണ ആവർത്തിച്ചിട്ടുണ്ടെന്നും നമ്മൾ ഒന്ന് പരിശോധിക്കേണ്ടിയിരിക്കുന്നു. അപ്പൊ ഇത്രയും കാര്യങ്ങളിൽ നിങ്ങൾക്ക് യാതൊരു സംശയമില്ല എന്ന് വിശ്വസിക്കുന്നു. ഇനി നമ്മൾ ആ ഒരു ഫലപ്രവചനത്തിലേക്ക് കിടക്കുകയാണ്. ലോഷു ഗ്രിഡിലെ ഓരോ സംഖ്യകൾക്കും ഒരു സവിശേഷതയുണ്ട്, അതിനൊരു പ്രത്യേക ഫലമുണ്ട്. ഏതൊരു സംഖ്യയാണോ ഒന്നിൽ കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത് ആ സംഖ്യയ്ക്ക് അനുസരിച്ചുള്ള ഫലം, അല്ലെങ്കിൽ ആ സംഖ്യയ്ക്ക് അനുസരിച്ചുള്ള സ്വഭാവം, ആ സംഖ്യയ്ക്ക് അനുസരിച്ചുള്ള കഴിവുകൾ ആ ഒരു വ്യക്തിയിൽ വളരെ കൂടുതലായിരിക്കും. 1 എന്ന ആ ഒരു സംഖ്യ, അതിൻ്റെ ഫലങ്ങൾ നമുക്ക് ആദ്യം മനസ്സിലാക്കാം. പുതിയ തുടക്കങ്ങൾ, അതുപോലെ നേതൃത്വം, സ്വാതന്ത്ര്യം എന്നിങ്ങനെയുള്ള ഫലങ്ങളാണ് 1 എന്ന സംഖ്യ നമുക്ക് സൂചനകൾ നൽകുന്നത്. 2 സഹകരണം, മറ്റുള്ളവരോടുള്ള ഇടപെടൽ, ബന്ധങ്ങൾ, അതുപോലെ തന്നെ സംവേദനക്ഷമത അല്ലെങ്കിൽ ആശയവിനിമയത്തിനുള്ള കഴിവ്, ഇതൊക്കെ 2 എന്ന അക്കത്തെ ആശ്രയിച്ചിരിക്കുന്നു. 3ാമത് സർഗാത്മകത, അതായത് കഴിവുകൾ, കലാപരമായിട്ടുള്ള കഴിവുകൾ, വാസനകൾ, ആശയവിനിമയം, പ്രസംഗകല,
അതുപോലെ തന്നെ സന്തോഷം, ഇതിനൊക്കെ സംബന്ധിച്ചുള്ള അക്കമാണ് 3. ഇനി 4 എന്ന അക്കം സ്ഥിരത, കഠിനാധ്വാനം, നിരന്തര പരിശ്രമം, സുരക്ഷിതത്വം, ഇതിനൊക്കെ ആശ്രയിച്ചിരിക്കുന്ന സംഖ്യയാണ് 4. അഞ്ചാമത്തേത് മാറ്റം, സ്വാതന്ത്ര്യം, സാഹസികമായ പ്രവൃത്തികൾ, ഇതൊക്കെ 5 എന്ന അക്കത്തെ സൂചിപ്പിക്കുന്നതാണ്, അല്ലെങ്കിൽ 5 എന്ന അക്കവുമായിട്ട് അതിന് ബന്ധമുണ്ട്. ആറാമത്തേത് കുടുംബം, കുടുംബപരമായ കാര്യങ്ങളിൽ കൂടുതൽ വ്യാപൃതനാകുക, വളരെ വലിയ സ്നേഹം മറ്റുള്ളവരുമായിട്ട് വെച്ച് പുലർത്തുക, സ്നേഹമനോഭാവം പുലർത്തുക, അതുപോലെ ഉത്തരവാദിത്വം, ഏറ്റെടുക്കുന്ന കാര്യങ്ങളിൽ പരിപൂർണ്ണ ശ്രദ്ധ കേന്ദ്രീകരിച്ചുകൊണ്ട് ഉത്തരവാദിത്തോടു കൂടി ചെയ്യുക, അങ്ങനെയൊക്കെയുള്ള കഴിവുകളാണ് 6 എന്ന അക്കം സൂചിപ്പിക്കുന്നത്. 7 ആത്മീയത, ജ്ഞാനം, അതുപോലെ തന്നെ കാര്യങ്ങളെ വിശകലന ബുദ്ധിയോടുകൂടി വിശകലനം ചെയ്യുവാനും അതിനെ കൃത്യമായി പഠിച്ച് മനസ്സിലാക്കാനും ഒക്കെയുള്ള കഴിവ്. ഇതെല്ലാം 7 എന്ന അക്കവുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നുണ്ട്. ഇനി 8 സമ്പത്ത്, അധികാരം, ഭൗതിക സുഖങ്ങൾ, ഭൂമി, സ്വത്ത്, വാഹനം, ഇങ്ങനെയൊക്കെയുള്ള കാര്യങ്ങൾ 8 എന്ന അക്കവുമായിട്ടാണ് ബന്ധപ്പെട്ടിരിക്കുന്നത്. 9ാമത്തെ അക്കം ബന്ധപ്പെട്ടിരിക്കുന്നത് മാനുഷികതയോടും ദാനധർമ്മങ്ങളോടും ആത്മീയ ചിന്തയോടും ഒക്കെയാണ്. അത് 9 എന്ന സംഖ്യയാണ് അതുമായിട്ട് ബന്ധപ്പെട്ടിരിക്കുന്നത്. ഇവിടെ 15/3/1995 എന്ന ആ ഒരു ജനന തീയതിയുടെ അടിസ്ഥാനത്തിൽ ഈ ഒരു ഗ്രിഡ് പരിശോധിക്കുമ്പോൾ 1, 3, 5, 9 എന്ന സംഖ്യകൾ ഇതിലുണ്ടല്ലേ, അതിൽ 1ഉം 5ഉം 9ഉം 2 തവണ ആവർത്തിക്കുന്നുണ്ട്. അതുകൊണ്ട് തന്നെ 1, 5, 9 ഈ സംഖ്യകളിൽ പറഞ്ഞിരിക്കുന്ന ഗുണങ്ങൾ വളരെ കൂടുതലായിരിക്കും ഈ ഒരു വ്യക്തിയിൽ. ഇപ്പോൾ 1 എന്ന അക്കം സൂചിപ്പിക്കുന്നത് പുതിയ സംരംഭങ്ങൾ തുടങ്ങുക, അതുപോലെ തന്നെ പുതിയ ബിസിനസ്, പുതിയ ഗൃഹം വെക്കുക, അത്തരത്തിൽ പുതിയ തുടക്കങ്ങൾക്ക് വഴിതെളിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും ഈ ഒരു വ്യക്തി, ഈ ഒരു ഡേറ്റ് ഓഫ് ബർത്തിൽ ജനിച്ച വ്യക്തി. നേതൃത്വ പാഠവും ഉണ്ടാകും. ഏത് മേഖലയിൽ ഈ വ്യക്തി എത്തിപ്പെട്ടാലും അവിടെ ഒരു നേതാവായി മാറും. സ്വാതന്ത്ര്യദാഹികളായിരിക്കും, ഒരുപാട് യാത്രകൾ ചെയ്യാൻ താല്പര്യമുണ്ടായിരിക്കും. അടങ്ങി ഒതുങ്ങി ഒരു സ്ഥലത്തിരുന്ന് പ്രവർത്തിക്കുന്ന ആളുകളായിരിക്കില്ല. ഇനി 5ാമത്തെ ആ ഒരു ഫലം പറയുമ്പോഴും ഒന്ന് മാറ്റം ഇഷ്ടപ്പെടുന്ന ആളുകളായിരിക്കും. യാഥാസ്ഥിതിക ചിന്തയൊന്നും ആയിരിക്കില്ല. പിന്നെ സാഹസിക പ്രവൃത്തികളൊക്കെ അങ്ങേയറ്റം ഇഷ്ടപ്പെടുന്ന വ്യക്തികളായിരിക്കും. സ്വാതന്ത്ര്യമോഹികളായിരിക്കും എന്നുള്ളത് വീണ്ടും ഒന്നുകൂടി ഊട്ടിയുറപ്പിക്കുകയാണ്. ഇനി 9 എന്ന സംഖ്യയും 2 തവണ ആവർത്തിക്കുന്നുണ്ട്. സമ്പത്ത്, അധികാരം, ഭൗതിക സുഖം, ഇവയൊക്കെ നല്ല രീതിയിൽ വർദ്ധിച്ച ഒരു വ്യക്തിയായിരിക്കും ഈ വ്യക്തി. ഇനി ഒന്നുകൂടിയേ ഉള്ളൂ അല്ലേ, അതായത് 3 എന്ന അക്കം. സർഗാത്മകത, ആശയവിനിമയത്തിനുള്ള ശേഷി, സന്തോഷം, ഈ വക കാര്യങ്ങളിൽ ആ വ്യക്തിക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ഇത്തരം ഗുണങ്ങളും ആ ഒരു വ്യക്തിയിൽ അന്തർലീനമായിരിക്കും. അപ്പൊ നിങ്ങളുടെ ജനന തീയതി അനുസരിച്ച് ആ ഒരു ലോഷു ഗ്രിഡ് തയ്യാറാക്കുക. അതിൽ ഏതൊക്കെ സംഖ്യകൾ വരുന്നു, ഏത് സംഖ്യകൾ കൂടുതൽ ആവർത്തിക്കുന്നുണ്ട്, അതിൻ്റെ ഗുണഫലങ്ങൾ നിങ്ങൾക്ക് വളരെ കൂടുതലായിട്ട് അനുഭവിക്കുവാൻ സാധിക്കും. അതുമായി ബന്ധപ്പെട്ട മേഖലകളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. അപ്പോൾ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങൾക്ക് ആ ഒരു ഫലം എന്താണ് എന്നുള്ളത് കുറച്ചുകൂടി ഡീറ്റെയിൽ ആയിട്ട് നമുക്കിനി മനസ്സിലാക്കാം. 1 എന്ന അക്കം നിങ്ങളുടെ ജനന തീയതിയിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ, അല്ലെങ്കിൽ നിങ്ങളുടെ ജനന തീയതിയിൽ ഉണ്ട് എങ്കിൽ, ധൈര്യവും ആത്മവിശ്വാസവും വളരെ കൂടുതലുള്ള ഒരു വ്യക്തിയായിരിക്കും നിങ്ങൾ. പുതിയ കാര്യങ്ങൾ ആരംഭിക്കുവാനും നേതൃത്വങ്ങൾ ഏറ്റെടുക്കുവാനും ഇവർക്ക് നല്ല ആത്മവിശ്വാസം ഉണ്ടായിരിക്കും. മറ്റൊന്ന് സ്വതന്ത്ര ചിന്താഗതിയാണ്. പരമ്പരാഗത രീതികളിൽ നിന്ന് മാറി ചിന്തിക്കുവാനും പുതിയ പുതിയ വഴികൾ കണ്ടെത്താനുമുള്ള കഴിവ് ഇവർക്ക് കൂടുതലായിരിക്കും. മറ്റൊന്ന് ആകർഷകമായ വ്യക്തിത്വമാണ്. മറ്റുള്ളവരെ ആകർഷിക്കുവാനും സ്വാധീനിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. ഇനി ഒന്നുള്ളത് പ്രചോദനാത്മകമായ സംസാരമാണ്. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുന്ന രീതിയിൽ സംസാരിക്കുവാനും പ്രവർത്തിക്കുവാനുമുള്ള കഴിവ് ഇവർക്ക് കൂടുതലായി ഉണ്ടാകും. എപ്പോഴും പുതിയ പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കുവാനും ഇവർക്ക് വല്ലാണ്ട് താല്പര്യം ഉണ്ടാകും. ഇനി വെല്ലുവിളികൾ ഏറ്റെടുക്കാനുള്ള മാനസികാവസ്ഥ, ചങ്കുറപ്പ് ഇവർക്ക് ഉറപ്പായും ഉണ്ടാകും. ബുദ്ധിമുട്ടുള്ള കാര്യങ്ങൾ ഏറ്റെടുക്കാനും അതിൽ വിജയം നേടാനുമുള്ള ഒരു പ്രത്യേക താല്പര്യം ഇവർക്ക് ഉണ്ടായിരിക്കുന്നതാണ്. ഇനി ഒന്ന് സ്വയം പര്യാപ്തതയാണ്. സ്വന്തം കാര്യങ്ങൾ സ്വന്തമായി ചെയ്യുവാനും ആരെയും ആശ്രയിക്കാതിരിക്കാനുമുള്ളൊരു പ്രവണത ഇവർക്ക് ഉണ്ടായിരിക്കും. ഇനി പറയുന്നത് ദൃഢനിശ്ചയമാണ്. ഒരു കാര്യം തീരുമാനിച്ചാൽ അത് പൂർത്തിയാക്കാതെ ഇവർ പിന്മാറില്ല. അതുപോലെ നിങ്ങൾ ശോഭിക്കാൻ സാധ്യതയുള്ള തൊഴിലുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒന്നാമതായിട്ട് നേതൃത്വ സ്ഥാനങ്ങളാണ്. മാനേജർ, ഡയറക്ടർ, ടീം ലീഡർ തുടങ്ങിയ നേതൃത്വപരമായിട്ടുള്ള സ്ഥാനങ്ങളിൽ ശോഭിക്കാനുള്ള കഴിവ് നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. ഇനി മറ്റൊന്ന് സംരംഭകനാണ്. സ്വന്തമായി ബിസിനസ് തുടങ്ങുവാനും നടത്തുവാനുമുള്ള കഴിവ് നിങ്ങൾക്ക് ധാരാളമുണ്ട്. അടുത്തത് രാഷ്ട്രീയ രംഗമാണ്. രാഷ്ട്രീയ രംഗത്തും നല്ല ഭാവി നിങ്ങൾക്ക് പ്രതീക്ഷിക്കാം.
ഇനി പ്രോജക്റ്റ് മാനേജറായിട്ട് പുതിയ പ്രോജക്റ്റുകൾ തുടങ്ങാനും അത് വിജയകരമായി പൂർത്തീകരിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. അതുപോലെ പരിശീലകനായി മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാനും അവരെ നയിക്കുവാനുമുള്ള ഒരു കഴിവ് നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ ഒരു രംഗത്ത് ശോഭിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഒരു മോട്ടിവേഷണൽ സ്പീക്കറൊക്കെ ആയിട്ട് മാറാൻ സാധ്യത കൂടുതലാണ്. കലാ സാംസ്കാരിക രംഗത്ത് പുതിയ ആശയങ്ങളും സൃഷ്ടികളും കൊണ്ടുവരാനുള്ള കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ട്. അതുകൊണ്ട് ഈ രംഗത്ത് കലാകായിക രംഗത്ത് സാംസ്കാരിക രംഗത്ത് നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും. ഇനിയൊന്ന് ഗവേഷണ രംഗമാണ്. പുതിയ കണ്ടുപിടുത്തങ്ങൾ നടത്തുവാനും ഗവേഷണങ്ങൾ നടത്തുവാനും എല്ലാം നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. ഈ പറഞ്ഞ കഴിവുകളോ താല്പര്യങ്ങളോ നിങ്ങൾക്കുണ്ട് എങ്കിൽ തീർച്ചയായിട്ടും ആ വഴി നിങ്ങൾ മുന്നേറുകയാണെങ്കിൽ ജീവിതത്തിൽ വിജയം ഉറപ്പാണ്. അടുത്തതായിട്ട് 2 എന്ന അക്കം നിങ്ങളുടെ ജനന തീയതിയിൽ കൂടുതൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അല്ല എങ്കിൽ 2 എന്ന അക്കം നിങ്ങളുടെ ജനന തീയതിയിൽ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒന്നാമതായിട്ട് ആരുമായിട്ടും എളുപ്പത്തിൽ ഇണങ്ങിച്ചേരാനുള്ള ഒരു കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഏത് സാഹചര്യത്തിലായിക്കോട്ടെ, ഏത് വ്യക്തികളുമായിക്കോട്ടെ, അവരുമായിട്ട് പെട്ടെന്ന് ഇണങ്ങാൻ, ഒരു ബന്ധം സ്ഥാപിക്കുവാൻ, അത് നിലനിർത്തുവാനും നിങ്ങൾക്ക് അപാരമായ ഒരു കഴിവുണ്ട്. ഇനി രണ്ടാമതായിട്ട് ടീം വർക്കിൽ പ്രത്യേകം ഒരു താല്പര്യം ഉണ്ടായിരിക്കും. കൂട്ടായ്മയിലും ടീം വർക്കിലും ഇവർക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. ഒറ്റയ്ക്ക് ചെയ്യുന്ന ഒരു കാര്യത്തെക്കാൾ കൂട്ടിന് ഒരു വ്യക്തിയെ കൂടി ആശ്രയിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പായിട്ട് ചെയ്ത് അതിൽ മികവ് തെളിയിക്കുന്ന ഒരു വ്യക്തിയായിട്ട് നിങ്ങൾ മാറുന്നതാണ്. അതുപോലെ മറ്റുള്ളവരുടെ വികാരങ്ങളെ മനസ്സിലാക്കാനുള്ള കഴിവ്, മറ്റുള്ളവരുടെ സന്തോഷത്തിലും ദുഃഖത്തിലും പങ്കുചേരാനും അവരുടെ വികാരങ്ങളെ മനസ്സിലാക്കുവാനും നിങ്ങൾക്ക് നന്നായിട്ട് സാധിക്കുന്നതാണ്. നല്ല ആശയവിനിമയ ശേഷി ഉണ്ടായിരിക്കും. വ്യക്തവും ഫലപ്രദവുമായ ആശയവിനിമയം നടത്താൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. സമാധാനപ്രിയരായിരിക്കും. തർക്കങ്ങളും വഴക്കുകളും ഒഴിവാക്കാനും അതുപോലെ സൗഹൃദ ബന്ധങ്ങൾ നിലനിർത്തുവാനും ഇവർ നന്നേ ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഒന്ന് വിശ്വസ്തതയാണ്. മറ്റുള്ളവർക്ക് വിശ്വസിക്കാൻ കൊള്ളാവുന്നവരായിരിക്കും ഇവർ. വിശ്വാസവഞ്ചന ഒരിക്കലും ഇവർ കാണിക്കുകയില്ല. ചതി, വഞ്ചന ഇങ്ങനെയൊന്നുമുള്ള യാതൊരു ദുശീലങ്ങളും ദുർഗുണങ്ങളും ഇവർക്ക് ഉണ്ടായിരിക്കുകയില്ല. ക്ഷമയും സഹിഷ്ണുതയും ഇവർക്കുണ്ടായിരിക്കും. മറ്റുള്ളവരുടെ അഭിപ്രായങ്ങളെയും വീക്ഷണങ്ങളെയും ക്ഷമയോടെ കേൾക്കുവാനും മനസ്സിലാക്കുവാനുമുള്ള ഒരു കഴിവ് ഇവർക്ക് ഉണ്ടായിരിക്കും. അതുപോലെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് സാമൂഹിക സേവന മേഖലയാണ്. സോഷ്യൽ വർക്കുകളിലേക്ക് നിങ്ങൾക്ക് ഇടപെടുവാൻ സാധിക്കും. സാമൂഹിക പ്രവർത്തകൻ, കൗൺസിലർമാര്, തെറാപ്പിസ്റ്റുകൾ തുടങ്ങിയ ജോലികൾക്ക് നിങ്ങൾ ഏറ്റവും അനുയോജ്യനാണ്. അതുപോലെ വിദ്യാഭ്യാസ മേഖലയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. അധ്യാപകൻ, അതുപോലെ മറ്റു പരിശീലകൻ തുടങ്ങിയ ജോലികളിൽ വിദ്യാർത്ഥികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. വിദ്യാർത്ഥികളെ സ്വാധീനിക്കാനൊക്കെയുള്ള ഒരു സ്വാധീന ശക്തി നിങ്ങൾക്ക് ധാരാളമായിട്ട് ഉണ്ടായിരിക്കും. അതുപോലെ ആരോഗ്യ പരിപാലന മേഖലയിൽ നിങ്ങൾക്ക് നല്ല രീതിയിൽ ശോഭിക്കുവാൻ സാധിക്കും. നഴ്സുമാര്, ഡോക്ടർമാര്, ഫിസിയോതെറാപ്പിസ്റ്റുകൾ തുടങ്ങിയവർക്ക് രോഗികളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കേണ്ടി വരും അല്ലേ. അതുപോലെ തന്നെ രോഗികളുടെ മാനസികവും ശാരീരികവുമായ ആരോഗ്യത്തിന് അവരുമായി നല്ല ബന്ധം സ്ഥാപിച്ച് ചികിത്സിക്കുവാൻ നിങ്ങൾക്ക് പ്രത്യേക കഴിവ് തന്നെ നേടിയെടുക്കുവാൻ സാധിക്കും. ഇനി മാനുഷിക വിഭവശേഷി, ഹ്യൂമൻ റിസോഴ്സിൽ ബന്ധപ്പെട്ടിട്ടുള്ള പ്രവർത്തനങ്ങളിലും ജോലികളിലും നിങ്ങൾക്ക് ജോലി ചെയ്യുവാൻ സാധിക്കുന്നതാണ്. അത്തരത്തിലുള്ള കഴിവുകൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ കസ്റ്റമർ കെയർ സർവീസ്, ഉപഭോക്താക്കളുമായിട്ടും നല്ല ബന്ധം സ്ഥാപിച്ച് ആ മേഖലയിൽ നിങ്ങൾക്ക് വിജയം കൊയ്യുവാൻ സാധിക്കും. അതുപോലെ ടീം ലീഡർഷിപ്പ്, ടീമിലെ അംഗങ്ങളുമായിട്ട് നല്ല ബന്ധം സ്ഥാപിക്കുവാനും അവരെ പ്രചോദിപ്പിക്കുവാനും അങ്ങനെ അവർ മുഖാന്തിരം നിങ്ങളുടെ ടീമിന് വിജയത്തിലേക്ക് എത്തിച്ചേരുവാനും ഒക്കെ സാധിക്കുന്നതാണ്. ഇവന്റ് മാനേജ്മെന്റ്, അത്തരത്തിലുള്ള പ്രവർത്തനങ്ങളിലും മറ്റുള്ളവരുമായിട്ട് സഹകരിച്ച് ബന്ധപ്പെട്ട് നിങ്ങൾക്ക് മികച്ച സർവീസസ് കൊടുക്കുവാൻ സാധിക്കും. ഇനിയൊന്ന് മീഡിയ ആൻഡ് പബ്ലിക് റിലേഷൻസ് ആണ്. ഈ മേഖലയിലും നല്ല ബന്ധങ്ങളും ആശയവിനിമയവും കമ്മ്യൂണിക്കേഷനും ഒക്കെ കൊണ്ട് നിങ്ങൾക്ക് പിടിച്ചു നിൽക്കുവാൻ സാധിക്കും. അവിടെ വിജയങ്ങൾ നിങ്ങൾക്കുണ്ടാകും. ഈ ജോലികളിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ആ ഒരു 3 എന്ന സംഖ്യ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആവർത്തിക്കുന്നുണ്ട് അല്ലെങ്കിൽ ഉണ്ട് എങ്കിൽ ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്കുണ്ടായിരിക്കും. ഒന്ന് സർഗാത്മകതയാണ് അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റിയാണ്. സർഗാത്മകത അല്ലെങ്കിൽ ക്രിയേറ്റിവിറ്റി എന്ന് പറയുന്നത് ഒരു വ്യക്തിയുടെ ഏറ്റവും വലിയ ശക്തിയായിട്ടാണ് പറയപ്പെടുന്നത്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും വ്യത്യസ്തമായ രീതിയിൽ കാര്യങ്ങൾ ചെയ്യുവാനും പ്രശ്നങ്ങൾക്ക് നൂതനമായ പരിഹാരങ്ങൾ കണ്ടെത്തുവാനും
നിങ്ങളുടെ ക്രിയേറ്റിവിറ്റി നിങ്ങളെ സഹായിക്കും എന്നുള്ളതാണ്. സർഗാത്മകതയുള്ള വ്യക്തികൾ സാധാരണയായി ഭാവനാസമ്പന്നരായിരിക്കും, ജിജ്ഞാസുക്കളായിരിക്കും, പരീക്ഷണങ്ങൾ ചെയ്യാൻ താല്പര്യമുള്ളവരുമായിരിക്കും. ഈ പറഞ്ഞ ഗുണങ്ങളെല്ലാം നിങ്ങൾക്ക് ഉണ്ടെന്നുള്ളതാണ്. ഇനി ഒന്ന് ആശയവിനിമയ രംഗം അല്ലെങ്കിൽ കമ്മ്യൂണിക്കേഷൻ. അത് മറ്റുള്ളവരുമായി ഫലപ്രദമായി വിവരങ്ങൾ കൈമാറാനുള്ള ഒരു കഴിവാണ്. നല്ല ആശയവിനിമയ ശേഷിയുള്ള വ്യക്തികൾക്ക് തങ്ങളുടെ ചിന്തകളും വികാരങ്ങളും വ്യക്തമായി പ്രകടിപ്പിക്കുവാനും മറ്റുള്ളവരുടെ കാഴ്ചപ്പാടുകൾ മനസ്സിലാക്കുവാനും തങ്ങളുടെ കാഴ്ചപ്പാടുകൾ മറ്റുള്ളവർക്ക് പറഞ്ഞു മനസ്സിലാക്കി കൊടുക്കുവാനും സാധിക്കുന്നതാണ്. ഇവർ നല്ല ശ്രോതാക്കളും സംഭാഷണത്തിൽ വിദഗ്ധരുമായിരിക്കും. ഇനി ഒന്ന് സന്തോഷമാണ്. എപ്പോഴും ഒരു പോസിറ്റീവായിട്ടുള്ള ചിന്ത വെച്ച് പുലർത്തുന്നവരാണ് നിങ്ങൾ, അല്ലെങ്കിൽ ഒരു പോസിറ്റീവ് വികാരമുള്ളവരാണ് നിങ്ങൾ. സന്തോഷപ്രദമായിട്ടുള്ള, സാധാരണ പ്രസന്നരായിട്ടുള്ള, ശുഭാപ്തി വിശ്വാസമുള്ള, ഊർജ്ജസ്വലരായിരിക്കും നിങ്ങൾ. മറ്റുള്ളവർക്ക് പ്രചോദനം നൽകുവാനും പോസിറ്റീവ് അന്തരീക്ഷം സൃഷ്ടിക്കുവാനും നിങ്ങൾക്ക് ധാരാളമായിട്ട് സാധിക്കും. അപ്പോൾ ഈ ഗുണങ്ങളൊക്കെ തന്നെ ഒരുമിച്ച് വരുമ്പോൾ ആ ഒരു വ്യക്തി ആകർഷണീയമായ വ്യക്തിത്വത്തിന് ഉടമയായിരിക്കും. ഇവർക്ക് മറ്റുള്ളവരുമായിട്ട് എളുപ്പത്തിൽ ബന്ധങ്ങൾ സ്ഥാപിക്കുവാനും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും ജീവിതത്തിൽ സന്തോഷം കണ്ടെത്തുവാനും സാധിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്ന തൊഴിലുകൾ അല്ലെങ്കിൽ പ്രവർത്തനങ്ങൾ എന്ന് പറയുന്നത് ഒന്ന് കലാരംഗമാണ്. ചിത്രകാരൻ, ശില്പി, സംഗീതജ്ഞൻ, നർത്തകൻ, നടൻ, എഴുത്തുകാരൻ, കവി തുടങ്ങിയ സർഗാത്മക പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. സർഗാത്മക രംഗങ്ങളിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. ഇനി ഒന്ന് മാധ്യമ രംഗമാണ് അല്ലെങ്കിൽ ആശയവിനിമയ രംഗമാണ്. പത്രപ്രവർത്തകൻ, റേഡിയോ ജോക്കി, TV അവതാരകൻ, വ്ളോഗർമാര്, അതുപോലെ തന്നെ സോഷ്യൽ മീഡിയ ഇൻഫ്ലുവൻസർ, പബ്ലിക് റിലേഷൻസ് ഓഫീസർ തുടങ്ങിയ തൊഴിലുകൾക്ക് നിങ്ങൾ വളരെ അനുയോജ്യനാണ്. മറ്റൊന്ന് വിദ്യാഭ്യാസം അല്ലെങ്കിൽ അതുപോലെയൊക്കെയുള്ള പരിശീലന പ്രവർത്തനങ്ങൾ, അധ്യാപകൻ, ട്രെയിനർ, കോച്ച്, കൗൺസിലർ തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് നന്നായി തിളങ്ങുവാൻ സാധിക്കും. മറ്റുള്ളവരെ പ്രചോദിപ്പിക്കുവാനും പഠിപ്പിക്കുവാനും ഉള്ള ഒരു കഴിവ് നിങ്ങളിൽ അന്തർലീനമായിട്ടുണ്ട്. ഇനി ഒന്ന് വിനോദം, ടൂറിസം, ടൂർ ഗൈഡ്, ഇവന്റ് ഓർഗനൈസർ, എന്റർടൈനർ തുടങ്ങിയ തൊഴിലുകൾക്ക് നിങ്ങൾ ഏറ്റവും അനുയോജ്യനാണ്. ഇങ്ങനെ മറ്റുള്ളവർക്ക് സന്തോഷത്തെ പ്രദാനം ചെയ്യാൻ പോകുന്ന മേഖലകളിൽ പ്രവർത്തിക്കുവാൻ നിങ്ങൾക്ക് അനായാസം സാധിക്കും. ഇനി ഒന്ന് ഡിസൈനറാണ്. ഗ്രാഫിക് ഡിസൈൻ, ഫാഷൻ ഡിസൈനിങ്, വെബ് ഡിസൈനിങ്, ഇന്റീരിയർ ഡിസൈൻ തുടങ്ങിയ മേഖലയിൽ നിങ്ങളുടെ സർഗാത്മകത ഉപയോഗിച്ചുകൊണ്ട് നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കും. അപ്പോൾ ഈ വക തൊഴിലുകളിലൊക്കെ തന്നെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഈ പറഞ്ഞ ഏതെങ്കിലും ഒന്നിൽ നിങ്ങൾക്ക് താല്പര്യമുണ്ടെങ്കിൽ തീർച്ചയായിട്ടും അവിടെ നിങ്ങൾക്ക് ശോഭിക്കുവാനും വിജയിക്കുവാനും സാധിക്കുന്നതാണ്. അപ്പോൾ ഇനി 4 എന്ന അക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ വന്നിട്ടുണ്ടെങ്കിൽ എന്താണ് അതിൻ്റെ ഫലം എന്ന് നോക്കാം. അല്ലെങ്കിൽ 4 എന്ന അക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ എന്തൊക്കെ കഴിവുകളും ഗുണങ്ങളുമാണ് നിങ്ങൾക്ക് അധികമായി ഉള്ളത് എന്ന് നമുക്ക് പരിശോധിക്കാം. ആദ്യമായിട്ട് വിശ്വസ്തതയാണ്. അപ്പോൾ നിങ്ങൾ വളരെ വിശ്വസ്തരായിരിക്കും, വാക്ക് പാലിക്കുന്നവരായിരിക്കും, അതുപോലെ ഉത്തരവാദിത്തങ്ങൾ കൃത്യമായിട്ട് നിറവേറ്റുന്നവരും ആയിരിക്കും. ഇനി ഒന്നുള്ളത് ക്ഷമയും സഹനശക്തിയുമാണ്. കഠിനാധ്വാനത്തിന്റെ ഫലം ലഭിക്കാൻ സമയം എടുക്കുമെന്നുള്ളത് കൊണ്ട് തന്നെ നല്ല ക്ഷമയും സഹനശക്തിയും ഇവർക്ക് അല്ലെങ്കിൽ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഇനി ഒന്നുള്ളത് ചിട്ടയായ ജീവിതമാണ്. നിങ്ങളുടെ സ്വഭാവത്തിലെ പ്രധാന സവിശേഷതകളാണ് നമ്മൾ ഈ മനസ്സിലാക്കുന്നത്. സ്ഥിരതയും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നത് കൊണ്ട് തന്നെ ചിട്ടയായ ഒരു ജീവിതം നയിക്കാൻ ഇഷ്ടപ്പെടുന്നവരാണ്. ഇനി നിങ്ങളുടെ ഏറ്റവും വലിയൊരു പ്രത്യേകത പ്രായോഗിക ബുദ്ധിയാണ്. കാര്യങ്ങളെ പ്രായോഗികമായിട്ട് സമീപിക്കുകയും വ്യക്തമായ ലക്ഷ്യങ്ങളോടെ പ്രവർത്തിക്കുകയും ചെയ്യുന്നവരാണ്. കുടുംബ ബന്ധങ്ങൾക്ക് പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. സുരക്ഷിതത്വം ആഗ്രഹിക്കുന്നതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾക്കും സൗഹൃദ ബന്ധങ്ങൾക്കും നിങ്ങൾ വളരെ വലിയ പ്രാധാന്യം കൽപ്പിക്കുന്നവരാണ്. എന്നാൽ പുതിയ കാര്യങ്ങൾ പഠിക്കുന്നതിനുള്ള ഒരു താല്പര്യക്കുറവ് നിങ്ങളിൽ കണ്ടുവരുന്നുണ്ട്. സ്ഥിരത ആഗ്രഹിക്കുന്നതുകൊണ്ട് പെട്ടെന്നുള്ള മാറ്റങ്ങളോടും പുതിയ കാര്യങ്ങളോടും താല്പര്യം തീരെ കുറഞ്ഞിരിക്കുന്നതായിട്ട് കാണാം. അപ്പോൾ അങ്ങനെയുള്ള ശീലങ്ങൾ നിങ്ങൾ മാറ്റുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും ജീവിതത്തിൽ കുറച്ചുകൂടി എളുപ്പത്തിൽ നിങ്ങൾക്ക് വളർച്ച കൈവരിക്കുവാൻ സാധിക്കും. ഇനി മറ്റൊരു ദോഷം പറയുന്നത് റിസ്ക് എടുക്കാനുള്ള മടിയാണ്. ഈ സുരക്ഷിതത്വം പ്രധാനമായതുകൊണ്ട് തന്നെ സാഹസികമായ കാര്യങ്ങൾക്കോ റിസ്ക് എടുക്കാനോ നിങ്ങൾ വളരെ മടി കാണിക്കും എന്നുള്ളതാണ്. ഇങ്ങനെയൊക്കെ സ്വഭാവങ്ങളുള്ള നിങ്ങൾക്ക് ശോഭിക്കാൻ കഴിയുന്ന ചില തൊഴിലുകളുണ്ട്. ഒന്ന്, സർക്കാർ ഉദ്യോഗസ്ഥരായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും, അല്ലെങ്കിൽ അതിനുള്ളൊരു കഴിവും ഗുണമൊക്കെ നിങ്ങൾക്കുണ്ട്. സ്ഥിരതയും സുരക്ഷിതത്വമുള്ള സർക്കാർ ജോലികളിൽ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കുകയും അത്തരം ജോലികളിലേക്ക് നിങ്ങൾക്ക് എത്തപ്പെടാൻ സാധിക്കുകയും ചെയ്യും. ഇനി ഒന്ന് ബാങ്കിങ്, ഫിനാൻസ് ആണ്. കണക്കുകൾ സൂക്ഷിക്കാനും സാമ്പത്തിക കാര്യങ്ങൾ കൈകാര്യം ചെയ്യാനും നിങ്ങൾക്കൊരു പ്രത്യേക കഴിവുണ്ടായിരിക്കും. ഇനി എഞ്ചിനീയറിംഗ് രംഗമാണ്. കൃത്യതയും കഠിനാധ്വാനവും ആവശ്യമായുള്ള എഞ്ചിനീയറിംഗ് മേഖലയിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഇനി മറ്റൊരു ജോലി പറയുന്നത് അക്കൗണ്ടിംഗ് ആണ്. അക്കൗണ്ടിംഗ് ജോലികളിൽ കൃത്യതയും ശ്രദ്ധയും അനിവാര്യമാണ്. ഈ ഗുണങ്ങളുള്ള
വ്യക്തികളാണ് നിങ്ങൾ. അതുകൊണ്ട് ഈ മേഖലയിൽ നിങ്ങൾക്ക് തിളങ്ങുവാൻ സാധിക്കും. ഇനി മറ്റൊന്ന് കൃഷിയാണ്. സ്ഥിരമായ പരിചരണവും കഠിനാധ്വാനവും ആവശ്യമായുള്ള കൃഷി പോലെയുള്ള മേഖലകളിലും നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. അതുകൊണ്ട് കൃഷി മേഖലയിൽ അല്ലെങ്കിൽ കാർഷിക മേഖലയിലും നിങ്ങൾക്ക് നല്ല വിജയം നേടുവാൻ സാധിക്കും. ഇനി ഒന്ന് നിർമ്മാണ മേഖലയാണ്. കെട്ടിട നിർമ്മാണം പോലെയുള്ള മേഖലകളിൽ കഠിനാധ്വാനം ആവശ്യമാണ്. അതുകൊണ്ട് ആ മേഖലയിലൊക്കെ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. സ്ഥാപനങ്ങളിലെ സ്ഥിര ജോലിക്കാരായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. സ്ഥിര വരുമാനം ലഭിക്കുന്നതും അധികം മാറ്റങ്ങളില്ലാത്തതുമായ ജോലികൾ നിങ്ങൾക്ക് അനിവാര്യമായിരിക്കും. അതായത് സ്ഥിരം ഒരു ജോലി തന്നെ ചെയ്യുക, ഒരു കടയിൽ നിൽക്കുക അല്ലെങ്കിൽ ഒരു ഷോപ്പ് നടത്തിക്കൊണ്ടുപോകുക, അങ്ങനെ ഒരു ജോലി തന്നെ സ്ഥിരമായിട്ട് ചെയ്യാൻ, മാറ്റം ആഗ്രഹിക്കാതുള്ള ഒരു ജോലി നിങ്ങൾക്ക് ചെയ്യുവാൻ അല്ലെങ്കിൽ അത്തരത്തിൽ ചെയ്യുവാനൊക്കെ നിങ്ങൾക്ക് താല്പര്യം ഉണ്ടായിരിക്കും. ആ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാനും സാധിക്കുന്നതാണ്. ഇനി 5 എന്ന അക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് എങ്കിൽ അല്ലെങ്കിൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ ഇനി പറയുന്ന സ്വഭാവങ്ങളും ഗുണങ്ങളും നിങ്ങൾക്ക് ധാരാളമായി ഉണ്ടായിരിക്കും. ഒന്നാമതായിട്ട് മാറ്റത്തെ ഇഷ്ടപ്പെടുന്നവരാണ്. നിങ്ങൾ ഒരു കാര്യം തന്നെ വീണ്ടും വീണ്ടും ചെയ്യുന്നതിൽ വിരസത അനുഭവിക്കുന്നവരായിരിക്കും അല്ലെങ്കിൽ അനുഭവപ്പെടുന്നവരായിരിക്കും. പുതിയ കാര്യങ്ങൾ പഠിക്കാനും പരീക്ഷിക്കാനും എപ്പോഴും താല്പര്യം നിങ്ങൾക്ക് ജനിക്കുന്നതാണ്. സ്വതന്ത്ര ചിന്താഗതിയായിരിക്കും. സ്വന്തമായി തീരുമാനങ്ങൾ എടുക്കുവാനും സ്വന്തം ഇഷ്ടത്തിനനുസരിച്ച് കാര്യങ്ങൾ ചെയ്യുവാനും ആഗ്രഹിക്കുന്നവരായിരിക്കും. ആരുടെയും കീഴിൽ ജോലി ചെയ്യുവാനോ നിയന്ത്രണങ്ങളിൽ ജീവിതം തളച്ചിടുവാനോ ഒന്നും ഇവര് ആഗ്രഹിക്കുന്നവരല്ല, ഇഷ്ടപ്പെടുന്നവരല്ല. ഇനി ഒന്ന് സാഹസിക മനോഭാവമാണ്. പുതിയ വെല്ലുവിളികൾ ഏറ്റെടുക്കാനും അപകട സാധ്യതകളുള്ള കാര്യങ്ങൾ ചെയ്യുവാനും നിങ്ങൾക്ക് യാതൊരു മടിയും ഉണ്ടായിരിക്കില്ല. സ്ഥിരതയുള്ള ജീവിതത്തെക്കാൾ കൂടുതൽ ആവേശകരമായ കാര്യങ്ങൾ ചെയ്യുവാനാണ് നിങ്ങൾ ഇഷ്ടപ്പെടുന്നത്. യാത്രാപ്രിയരായിരിക്കും. പുതിയ സ്ഥലങ്ങൾ സന്ദർശിക്കുവാനും പുതിയ സംസ്കാരങ്ങളെ കുറിച്ച് പഠിക്കുവാനും നിങ്ങൾക്ക് നല്ല താല്പര്യം ഉണ്ടായിരിക്കും. ഇനി ഒന്ന് സൃഷ്ടിപരമായ കഴിവുകളാണ്. പുതിയ ആശയങ്ങൾ കണ്ടെത്താനും കാര്യങ്ങൾ വ്യത്യസ്തമായ രീതിയിൽ ചെയ്യുവാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവുകൾ തന്നെ ഉണ്ടായിരിക്കും. ഇനി വേഗത്തിലുള്ള ഒരു പഠിതാവായിരിക്കും. പുതിയ കാര്യങ്ങൾ എളുപ്പത്തിൽ പഠിച്ചെടുക്കാം. അതുപോലെ കാര്യങ്ങൾ ഗ്രഹിക്കാനുള്ള കഴിവ്, ഇതൊക്കെ വളരെ കൂടുതലായിരിക്കും. ഇനി നിങ്ങൾ ശോഭിക്കാൻ സാധ്യതയുള്ള തൊഴിലുകൾ എന്ന് പറയുന്നത് അല്ലെങ്കിൽ പ്രവൃത്തികൾ എന്ന് പറയുന്നത്, ഒന്ന് സംരംഭകനായിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. സ്വന്തമായി ബിസിനസ് തുടങ്ങാം, അത് നടത്താം, പുതിയ ആശയങ്ങൾ നടപ്പിൽ വരുത്താം. അപകട സാധ്യതകൾ ഏറ്റെടുക്കാൻ ഉള്ള നിങ്ങളുടെ ആ ഒരു മിടുക്ക് ബിസിനസ്സിൽ നിങ്ങളെ സഹായിക്കുന്നതാണ്. അല്ലെങ്കിൽ ബിസിനസിനെ വളർച്ചയിലേക്ക് കൊണ്ടുപോകുന്നതിന് ആ റിസ്ക് എടുക്കാനുള്ള മനസ്സ് നിങ്ങളെ സഹായിക്കും. ഇനി യാത്രാ സംബന്ധമായിട്ടുള്ള ജോലികൾക്കും ഏറ്റവും അനുയോജ്യരായ വ്യക്തികളാണ് നിങ്ങൾ. ടൂർ ഗൈഡ്, ട്രാവൽ ബ്ലോഗർ, പൈലറ്റ്, എയർ ഹോസ്റ്റസ് തുടങ്ങിയ ജോലികൾക്ക് നിങ്ങൾ ഏറ്റവും അനുയോജ്യരാണ്. ഇനി സൃഷ്ടിപരമായ ജോലികൾ ചെയ്യുന്നതിനും, പ്രത്യേകിച്ച് എഴുത്ത്, ഫോട്ടോഗ്രാഫി, ഡിസൈനർ, ആർട്ടിസ്റ്റ് തുടങ്ങിയ ജോലികളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഇനി ഒന്ന് കായിക രംഗമാണ് അല്ലെങ്കിൽ സ്പോർട്സ് ഐറ്റങ്ങളാണ്. ഇനി മറ്റൊന്ന് മാധ്യമ പ്രവർത്തനമാണ് അല്ലെങ്കിൽ ജേർണലിസമാണ്. റിപ്പോർട്ടർ, ഫോട്ടോ ജേർണലിസ്റ്റ് തുടങ്ങിയ ജോലികളിൽ നിങ്ങൾക്ക് നന്നായി ശോഭിക്കുവാൻ സാധിക്കും. ഇനി ഓൺലൈൻ കണ്ടന്റ് ക്രിയേറ്റർ ആയിട്ട്, അതായത് യൂട്യൂബർ, ഇൻസ്റ്റാഗ്രാം ഇൻഫ്ലുവൻസർ, ബ്ലോഗർ തുടങ്ങിയ മേഖലകളിലും നിങ്ങൾക്ക് ഏറ്റവും നന്നായിട്ട് തിളങ്ങുവാൻ സാധിക്കും എന്നുള്ളതാണ്. ഇനി 6 എന്ന അക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ഉണ്ട് എങ്കിൽ നിങ്ങളുടെ ഒരു പൊതു സ്വഭാവവും സവിശേഷതയും എന്താണെന്ന് ചോദിച്ചാൽ, ഒന്നാമതായിട്ട് കുടുംബ ബന്ധങ്ങൾക്ക് വളരെ പ്രാധാന്യം കൽപ്പിക്കുന്ന ഒരു വ്യക്തിയായിരിക്കും. അതുകൊണ്ട് തന്നെ കുടുംബ ബന്ധങ്ങൾ വളരെ പ്രാധാന്യത്തിൽ നോക്കിക്കാണുന്ന ഒരാളായിരിക്കും. കുടുംബാംഗങ്ങളുമായിട്ട് വളരെ നല്ല ബന്ധം പുലർത്താനും അവരെ പരിപാലിക്കാനും ഇവർ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും, അല്ലെങ്കിൽ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. സ്നേഹവും ദയയും നിങ്ങൾ മറ്റുള്ളവരോട് എപ്പോഴും കാണിക്കും. സഹാനുഭൂതിയും കരുണയും നിങ്ങളുടെ മുഖമുദ്രയായിരിക്കും. അതുപോലെ ഉത്തരവാദിത്വ ബോധം എപ്പോഴും ഇവർക്കുണ്ടായിരിക്കും. ഏറ്റെടുത്ത കാര്യങ്ങളിൽ കൃത്യതയോടുകൂടി ചെയ്യാനുള്ള ശക്തമായ ഒരു ഉത്തരവാദിത്വ ബോധം നിങ്ങൾക്കുണ്ടായിരിക്കും. വാക്ക് പാലിക്കാനും കൃത്യനിഷ്ഠതയോടുകൂടി പ്രവർത്തിക്കുവാനും നിങ്ങൾക്ക് വളരെ ശ്രദ്ധയുണ്ടാകും. ഇനി ഒന്ന് പരിപാലന ശേഷിയാണ്. മറ്റുള്ളവരെ സംരക്ഷിക്കുവാനും പരിപാലിക്കുവാനുമുള്ള ഒരു പ്രത്യേക കഴിവ് തന്നെ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. കുട്ടികൾ, പ്രായമായവർ, ദുർബലരായിട്ടുള്ളവർ, ഇവരെ പരിചരിക്കാൻ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടായിരിക്കും. പ്രത്യേകിച്ച് ചാരിറ്റി മേഖലയിലൊക്കെ നിങ്ങൾക്ക് താല്പര്യം ജനിക്കും. സഹകരണ മനോഭാവം ഉണ്ടായിരിക്കും. മറ്റുള്ളവരുമായി സഹകരിച്ച് പ്രവർത്തിക്കുവാനും ടീം വർക്കിൽ പങ്കുചേരുവാനും നിങ്ങൾക്ക് നന്നേ ഇഷ്ടമായിരിക്കും. ഇനി ഒന്ന് വിശ്വാസ്യതയാണ്. വിശ്വസിക്കാവുന്ന വ്യക്തിയായിരിക്കും നിങ്ങൾ. രഹസ്യങ്ങൾ സൂക്ഷിക്കുവാനും വാഗ്ദാനങ്ങൾ പാലിക്കുവാനും നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടിരിക്കും. ഇനി ഒന്ന് സ്ഥിരതയാണ്. ജീവിതത്തിൽ സ്ഥിരതയും സുരക്ഷിതത്വവും ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. പെട്ടെന്നുള്ള മാറ്റങ്ങളോട് നിങ്ങൾക്ക് താല്പര്യം കുറവായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധ്യതയുള്ള ആ ഒരു ജോലി അല്ലെങ്കിൽ ആ മേഖലകൾ എന്ന് പറയുന്നത്, അതിലൊന്ന് അധ്യാപനമാണ്. കുട്ടികളോടുള്ള സ്നേഹവും പരിപാലന ശേഷിയും അധ്യാപന രംഗത്ത് നിങ്ങളെ മികച്ചൊരു അധ്യാപകനാക്കി മാറ്റും. ഇനി മറ്റൊന്ന് ആരോഗ്യ പരിപാലനം,
നഴ്സിംഗ്, കൗൺസിലിംഗ്, തെറാപ്പി, അപ്പം അങ്ങനെയൊക്കെയുള്ള മേഖലയിലും നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. രോഗികളെയും ദുർബലരെയും പരിചരിക്കാനുള്ള ഒരു മനസ്സും കഴിവും ഒക്കെ നിങ്ങൾക്ക് വളരെ കൂടുതലായിരിക്കും. നിങ്ങളുടെ ആ ഒരു കഴിവ് ഈ മേഖലയിൽ നിങ്ങളെ ശോഭിക്കുവാൻ വളരെ സഹായിക്കുന്നതാണ്. അതുപോലെ സാമൂഹ്യ സേവനം, മറ്റുള്ളവരെ സഹായിക്കാനുള്ള താല്പര്യം സാമൂഹിക സേവന രംഗത്ത് നിങ്ങളെ സജീവ സാന്നിധ്യമാക്കി മാറ്റും. ഇനി മറ്റൊന്ന് ചൈൽഡ് കെയർ ആണ് കേട്ടോ. കുട്ടികളെ പരിപാലിക്കാനും സംരക്ഷിക്കുവാനുള്ള കഴിവ് ഈ രംഗത്ത് നിങ്ങളെ മികച്ച ഒരു വ്യക്തിത്വമാക്കി മാറ്റും. അപ്പൊ ഈ കഴിവുകളൊക്കെ നിങ്ങൾക്കുള്ളത് കൊണ്ട് ഈ പറഞ്ഞ തൊഴിലുകളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി ആ ഒരു 7 എന്ന സംഖ്യ നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആവർത്തിക്കുന്നുണ്ടെങ്കിൽ അല്ലെങ്കിൽ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന സവിശേഷതകൾ, സ്വഭാവങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒന്ന്, ആത്മീയ ചിന്തയാണ്. നിങ്ങൾക്ക് ലൗകിക കാര്യങ്ങളെക്കാൾ വലിയ രീതിയിൽ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും ഉണ്ടായിരിക്കും. ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം, തത്വചിന്ത, ധ്യാനം, പ്രാർത്ഥന തുടങ്ങിയ കാര്യങ്ങളിൽ നിങ്ങൾക്ക് താല്പര്യം ജനിക്കും. അതുപോലെ തന്നെ അറിവിനോടുള്ള അടങ്ങാത്ത തൃഷ്ണ അല്ലെങ്കിൽ ആഗ്രഹം, എപ്പോഴും പുതിയ കാര്യങ്ങൾ പഠിക്കുവാനും മനസ്സിലാക്കുവാനും ശ്രമിച്ചുകൊണ്ടിരിക്കും. ജ്ഞാനം നേടുക എന്നത് നിങ്ങളുടെ ഒരു പ്രധാന ലക്ഷ്യമായിരിക്കും. അതിലൂടെ സ്വന്തം ജീവിതത്തെയും ചുറ്റുപാടുകളെയും ഒക്കെ മനസ്സിലാക്കുവാൻ നിങ്ങൾക്ക് സാധിക്കും അല്ലെങ്കിൽ ശ്രമിക്കും. ഇനി ഒന്ന് വിശകലന ശേഷിയാണ്. ഏതൊരു കാര്യത്തെയും സൂക്ഷ്മമായി നിരീക്ഷിക്കാനും വിശകലനം ചെയ്യാനുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കാര്യങ്ങളുടെ ശരിയായ കാരണം കണ്ടെത്താനും അതിലൂടെ ശരിയായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള കഴിവ് വളരെ കൂടുതലായിരിക്കും നിങ്ങൾക്ക്. ഇനി ഒന്ന് ഏകാന്തത ഇഷ്ടപ്പെടുന്നവരായിരിക്കും നിങ്ങൾക്ക് ചിലപ്പോൾ ഏകാന്തത അനുഭവപ്പെടാം. തനിച്ചിരുന്ന് കാര്യങ്ങൾ ചിന്തിക്കുവാനും പഠിക്കുവാനും കൂടുതൽ ആഗ്രഹിക്കുന്നവരാണ് നിങ്ങൾ. ഇനി ഒന്ന് സത്യസന്ധതയും നീതിബോധവുമാണ്. സത്യസന്ധതയും നീതിബോധവും നിങ്ങളുടെ പ്രധാന ഗുണങ്ങളായിരിക്കും. തെറ്റായ കാര്യങ്ങളെ ചോദ്യം ചെയ്യാനും ശരിയായ കാര്യങ്ങൾക്കായി നിലകൊള്ളുവാനും നിങ്ങൾ തയ്യാറാകും. ഇനി ഒന്ന് സഹാനുഭൂതി, മറ്റുള്ളവരുടെ വേദനയും ദുഃഖവും മനസ്സിലാക്കുവാനും അവരോട് സഹാനുഭൂതി കാണിക്കുവാനുമുള്ള മനസ്സ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അപ്പോൾ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്ന ചില കർമ്മ മേഖലകളുണ്ട്. അതിലൊന്ന് ആത്മീയ ഗുരു അല്ലെങ്കിൽ ആത്മീയ ആചാര്യനായിട്ടൊക്കെ മാറാനുള്ള ഒരു വാസന നിങ്ങളിലുണ്ട്. ആത്മീയ കാര്യങ്ങളിൽ താല്പര്യവും അറിവും ഉള്ളതുകൊണ്ട് ആത്മീയ ഗുരുക്കന്മാരായിട്ട് നിങ്ങൾക്ക് മാറുവാൻ സാധിക്കും. തത്വചിന്തകനായിട്ട് അല്ലെങ്കിൽ ചിന്തകനായിട്ട് മാറുവാൻ സാധിക്കും. തത്വചിന്തയിലും ചിന്താപരമായ കാര്യത്തിലും നിങ്ങൾക്ക് നല്ല കഴിവുള്ളത് ഈ മേഖലയിൽ വളർച്ചയ്ക്ക് നിങ്ങളെ സഹായിക്കും. ഇനി ഒന്ന് എഴുത്തുകാരനാണ് അല്ലെങ്കിൽ കവി. ആത്മീയവും തത്വചിന്താപരവുമായിട്ടുള്ള കാര്യങ്ങളെ കുറിച്ച് എഴുതുവാനും കവിതകൾ രചിക്കുവാനും നിങ്ങൾക്ക് സാധിക്കും. ഇനി മറ്റൊന്ന് ഗവേഷകൻ അല്ലെങ്കിൽ ശാസ്ത്രജ്ഞൻ. വിശകലന ശേഷി കൂടുതലുള്ളത് കൊണ്ട് ഗവേഷണ രംഗത്തും ശാസ്ത്ര സാങ്കേതിക രംഗത്തും നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഇനി ഉപദേഷ്ടാവ് അല്ലെങ്കിൽ കൗൺസിലറൊക്കെ ആയിട്ട് മാറാനും മറ്റുള്ളവരുടെ പ്രശ്നങ്ങൾ മനസ്സിലാക്കാനൊക്കെയുള്ള ഒരു കഴിവ് നിങ്ങൾക്കുള്ളത് ഈ മേഖലയിൽ നിങ്ങൾക്ക് മികച്ച വിജയം നേടിത്തരും അല്ലെങ്കിൽ ഈ മേഖലയിൽ ശോഭിക്കുവാൻ നിങ്ങളെ സഹായിക്കും. ഇനി അധ്യാപകൻ ആയിട്ട് നിങ്ങൾക്ക് മാറാൻ സാധിക്കും. അറിവ് പകരുന്നത് ഒരു പുണ്യമായി കരുതുന്നത് കൊണ്ട് തന്നെ ഒരു അധ്യാപകനായിട്ട് അധ്യാപക വൃത്തിയിലേക്ക് ഇടപെടാനൊക്കെ ഉള്ള ഒരു കഴിവും വാസനയും നിങ്ങളിൽ ഉണ്ട്. ഈ മേഖലയിലൊക്കെ നിങ്ങൾക്ക് പ്രവർത്തിച്ചാൽ വിജയം ഉറപ്പാണ്. ഇനി നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ 8 എന്നൊരു സംഖ്യ ഉണ്ടെങ്കിൽ ഇനി പറയുന്ന ഗുണങ്ങൾ നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. ഒന്നാമതായിട്ട് നിങ്ങളുടെ അംബീഷനാണ്. ഉയർന്ന ലക്ഷ്യബോധവും കാര്യങ്ങൾ നേടാനുള്ള ശക്തമായ ആഗ്രഹവും നിങ്ങൾക്കുണ്ടായിരിക്കും. ഇനി ഒന്ന് സെൽഫ് കോൺഫിഡൻസ് അല്ലെങ്കിൽ ആത്മവിശ്വാസം. സ്വന്തം കഴിവുകളിൽ അടിയുറച്ച വിശ്വാസം ഉണ്ടായിരിക്കും. വെല്ലുവിളികളെ നേരിടാനും പുതിയ കാര്യങ്ങൾ ഏറ്റെടുത്ത് ചെയ്യുവാനും തയ്യാറാകുന്ന വ്യക്തികളായിരിക്കും നിങ്ങൾ. ഇനി ലീഡർഷിപ്പ് സ്കില്ലാണ്. നേതൃത്വ പാടവം, മറ്റുള്ളവരെ നയിക്കുവാനും സ്വാധീനിക്കുവാനുള്ള കഴിവ് നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കമ്മിറ്റ്മെന്റ് അല്ലെങ്കിൽ പ്രതിബദ്ധത, ലക്ഷ്യത്തിൽ എത്തിച്ചേരുന്നതുവരെ കഠിനാധ്വാനം ചെയ്യാനുള്ളൊരു മനസ്സ്, ആ ഒരു കമ്മിറ്റ്മെന്റ് നിങ്ങൾക്ക് ഉണ്ടായിരിക്കും. അതുപോലെ പ്രാക്ടിക്കൽ ഇന്റലിജൻസ് അല്ലെങ്കിൽ പ്രായോഗിക ബുദ്ധി നിങ്ങൾക്ക് കൂടുതലായിരിക്കും. കാര്യങ്ങളെ വിശകലനം ചെയ്യുവാനും ഫലപ്രദമായ തീരുമാനങ്ങൾ എടുക്കുവാനുമുള്ള ഒരു കഴിവ് ഇവർക്ക് വളരെ വളരെ കൂടുതലാണ്. സാമ്പത്തിക കാര്യങ്ങളിൽ ഒരു ശ്രദ്ധ നിങ്ങൾക്ക് വളരെ കൂടുതലാണ്. പണം സമ്പാദിക്കാനും അത് വിവേകപൂർവ്വം കൈകാര്യം ചെയ്യുവാനും നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം തന്നെ ഉണ്ടായിരിക്കും. ഇനി മറ്റൊന്ന് സ്ഥിരതയാണ്. ലക്ഷ്യം നേടുന്നത് വരെ ശ്രമം തുടർന്നുകൊണ്ടേയിരിക്കും എന്നുള്ളത് നിങ്ങളുടെ ഒരു ക്വാളിറ്റിയാണ് അല്ലെങ്കിൽ ഒരു സ്വഭാവമാണ്. അതുപോലെ അധികാരത്തിൽ താല്പര്യം, സ്വാധീനം ചെലുത്തുവാനും കാര്യങ്ങൾ നിയന്ത്രിക്കുവാനുമുള്ള ഒരു പ്രവണത നിങ്ങളിൽ നിറഞ്ഞു നിൽപ്പുണ്ട്. ഭൗതിക വസ്തുക്കളുള്ള താല്പര്യം പൊതുവിൽ നിങ്ങൾക്കുണ്ട് എന്നുള്ളത് കൊണ്ട് തന്നെ നല്ല വീട്, കാറ്, മറ്റ് സൗകര്യങ്ങൾ ഇവയിൽ താല്പര്യം ജനിക്കാം. അപ്പോൾ ഇങ്ങനെയൊക്കെയുള്ള സ്വഭാവങ്ങൾ നിങ്ങൾക്കുള്ളത് കൊണ്ട് തന്നെ ഇനി പറയുന്ന മേഖലയിൽ നിങ്ങൾക്ക് നന്നായിട്ട് വിജയിക്കുവാൻ സാധിക്കും. ഒന്നാമതായിട്ട് ബിസിനസ് ആണ്. സ്വന്തമായിട്ട് ബിസിനസ് ആരംഭിക്കുവാനും വലിയ കമ്പനികൾ നടത്തുവാനും നിങ്ങൾക്ക് സാധിക്കും. സംരംഭകത്വം അനുയോജ്യമായ ഒരു മേഖലയാണ് നിങ്ങളെ സംബന്ധിച്ചിടത്തോളം. ഇനിയൊന്നും മാനേജ്മെന്റ് ആണ്. കമ്പനികളിലെ ഉയർന്ന മാനേജ്മെന്റ് സ്ഥാപനങ്ങൾ, പ്രോജക്റ്റ് മാനേജ്മെന്റ് തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് വിജയിക്കുവാൻ സാധിക്കും. ഇനി ഫിനാൻസ് അല്ലെങ്കിൽ ബാങ്കിങ്, ഇൻവെസ്റ്റ്മെന്റ്, സ്റ്റോക്ക് മാർക്കറ്റ് തുടങ്ങിയ മേഖലകളിൽ നല്ല പ്രകടനം കാഴ്ചവെക്കുവാൻ നിങ്ങൾക്ക് സാധിക്കുന്നതാണ്. അതുപോലെ റിയൽ എസ്റ്റേറ്റ് മേഖലയിൽ, വസ്തു വ്യാപാരം, നിർമ്മാണം തുടങ്ങിയ മേഖലകളിലും നിങ്ങൾക്ക് അനുയോജ്യമായ ഒരു ഭാവി കെട്ടിയുറപ്പിക്കുവാൻ സാധിക്കും. രാഷ്ട്രീയ രംഗത്തും നിങ്ങൾക്ക്
നിങ്ങളുടെ കഴിവ് തെളിയിക്കാൻ സാധിക്കും. അതുപോലെ നിയമരംഗത്തും ശോഭിക്കാൻ സാധ്യതയുണ്ട്. അതുപോലെ ഉന്നത സർക്കാർ ഉദ്യോഗങ്ങളിലൊക്കെ എത്തിപ്പെടാൻ നിങ്ങൾക്ക് സാധിക്കും. അപ്പൊ ഈ വക കാര്യങ്ങളിലൊക്കെ നിങ്ങൾക്ക് താല്പര്യമുണ്ട് എങ്കിൽ തീർച്ചയായും പരിശ്രമിച്ചാൽ ഉറപ്പായും നിങ്ങൾക്ക് ഇത് നേടിയെടുക്കുവാൻ സാധിക്കുന്നതാണ്. ഇനി 9 എന്ന അക്കം നിങ്ങളുടെ ഡേറ്റ് ഓഫ് ബർത്തിൽ ആവർത്തിക്കുന്നുണ്ട് എങ്കിൽ നിങ്ങൾക്ക് ഇനി പറയുന്ന സവിശേഷതകളും സ്വഭാവങ്ങളും ഉണ്ടായിരിക്കും. ഒന്ന്, കരുണയും സഹാനുഭൂതിയുമാണ്. മറ്റുള്ളവരുടെ ദുരിതങ്ങളിൽ സഹതപിക്കുകയും അവരെ സഹായിക്കാൻ താല്പര്യം കാണിക്കുകയും ചെയ്യുന്നവരാണ് നിങ്ങൾ. മറ്റുള്ളവരുടെ സേവനത്തിൽ സന്തോഷം കണ്ടെത്തുന്നവരായിരിക്കും ഇവര്. സ്വന്തം താല്പര്യത്തെക്കാൾ മറ്റുള്ളവരുടെ ആവശ്യങ്ങൾക്ക് പ്രാധാന്യം നൽകാൻ തയ്യാറായിട്ടുള്ള വ്യക്തികളായിരിക്കും നിങ്ങൾ എന്നുള്ളതാണ്. അതുപോലെ ഭൗതിക സുഖങ്ങളെക്കാൾ ആത്മീയ കാര്യങ്ങളിൽ ശ്രദ്ധയും താല്പര്യവും നിങ്ങൾക്കുണ്ടായിരിക്കും. ജീവിതത്തിന്റെ ആഴത്തിലുള്ള അർത്ഥം കണ്ടെത്താൻ നിങ്ങൾ എപ്പോഴും ശ്രമിച്ചുകൊണ്ടേയിരിക്കുന്നതാണ്. അതുപോലെ ഉയർന്ന ധാർമ്മിക ബോധം, അതുപോലെ സത്യസന്ധത, നീതി, ധർമ്മം ഈ മൂല്യങ്ങളിൽ അടിയുറച്ച് വിശ്വസിക്കുന്നവരായിരിക്കും നിങ്ങൾ. മാത്രമല്ല കേട്ടോ, സമാധാനപ്രിയർ കൂടിയാണ്. കലഹങ്ങളിലും വഴക്കുകളിലും താല്പര്യമില്ലാത്തവരാണ്. സമാധാനപരമായി ജീവിതം നയിക്കാൻ ആഗ്രഹിക്കുന്നവരാണ്. ഇനി ഒന്ന്, ക്ഷമയും സഹനശക്തിയുമാണ്. പ്രതികൂല സാഹചര്യങ്ങളെ ക്ഷമയോടും സഹനശക്തിയോടും നേരിടാനുള്ള കഴിവ് നിങ്ങൾക്കുണ്ടായിരിക്കും. ഇനി ഒന്ന്, പോസിറ്റീവ് കാഴ്ചപ്പാടാണ്. ജീവിതത്തെ പോസിറ്റീവായി കാണാനും എല്ലാ കാര്യങ്ങളിലും നല്ല വശങ്ങൾ കണ്ടെത്താനും നിങ്ങൾ ശ്രമിക്കുന്നതാണ്. ഇനി നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കുന്ന പ്രവർത്തനങ്ങൾ, തൊഴിലുകൾ എന്ന് പറയുന്നത് ഒന്ന്, സാമൂഹിക സേവന രംഗമാണ്. സാമൂഹിക പ്രവർത്തനം, ദുരിതാശ്വാസ പ്രവർത്തനം ഈ മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. മറ്റൊന്ന്, നഴ്സിംഗ്, കൗൺസിലിംഗ്, തെറാപ്പി തുടങ്ങിയ തൊഴിലുകൾക്ക് നിങ്ങൾ ഏറ്റവും അനുയോജ്യനാണ്. അതായത് ആരോഗ്യ പരിപാലന രംഗത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. രോഗികളുടെ വേദനയും ദുരിതവും മനസ്സിലാക്കുവാനും അവരെ സഹായിക്കുവാനും നിങ്ങൾക്ക് പ്രത്യേക കഴിവ് ഉണ്ടായി വരും എന്നുള്ളതാണ്. ഇനി മറ്റൊന്ന്, ആത്മീയ ഗുരു, യോഗാചാര്യൻ, ഉപദേഷ്ടാവ് ഇങ്ങനെയൊക്കെയുള്ള മേഖലയിൽ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. അതുപോലെ അധ്യാപനം, തന്റെ അറിവ് മറ്റുള്ളവർക്ക് പകർന്നു കൊടുക്കുന്നതിൽ വളരെ താല്പര്യമുള്ളവരാണ് നിങ്ങൾ. അതുകൊണ്ട് തന്നെ അധ്യാപന രംഗത്ത് നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഇനി കല, എഴുത്ത് തുടങ്ങിയ മേഖലയിൽ, അതായത് മാനുഷിക വികാരങ്ങളെയും ആത്മീയ ചിന്തകളെയും പ്രകടിപ്പിക്കുവാൻ കഴിയുന്ന തരത്തിൽ കല, കവിത, എഴുത്ത് തുടങ്ങിയ മേഖലകളിൽ നിങ്ങൾക്ക് നന്നായിട്ട് ശോഭിക്കുവാൻ സാധിക്കും. ഇനി മറ്റൊന്ന്, പരിസ്ഥിതി പ്രവർത്തനമാണ്. പ്രകൃതിയെ സ്നേഹിക്കുകയും പരിസ്ഥിതി പ്രവർത്തനങ്ങളിൽ ഏർപ്പെടുകയും ഒക്കെ ചെയ്യുന്നതിന് നിങ്ങൾക്ക് നന്നായിട്ട് കഴിവുണ്ട് എന്നുള്ളതാണ്. അപ്പൊ ഈ മേഖലയിലൊക്കെ നിങ്ങൾക്ക് ശോഭിക്കുവാൻ സാധിക്കും. ഈ മേഖലയിൽ ഏതെങ്കിലും മേഖലയിൽ നിങ്ങൾക്ക് പ്രത്യേക താല്പര്യം ഉണ്ടെങ്കിൽ തീർച്ചയായും അവിടെയൊക്കെ നിങ്ങൾക്ക് വിജയവും നേട്ടവും ഉണ്ടാകുന്നതാണ്. അപ്പോൾ ഓഷോ ഗ്രിഡിലെ 1 മുതൽ 9 വരെയുള്ള അക്കങ്ങളുടെ ഫലം നമ്മൾ മനസ്സിലാക്കി. ജനന തീയതിയിൽ ഏതൊരു അക്കമാണ് ഏറ്റവും കൂടുതൽ ആവർത്തിച്ചിരിക്കുന്നത്, അതുമായി ബന്ധപ്പെട്ട ഫലങ്ങൾ നിങ്ങളുടെ ജീവിതത്തിൽ കൂടുതലായിട്ട് നിങ്ങൾക്ക് കൈവന്നിട്ടുണ്ടോ? അതുമായി ബന്ധപ്പെട്ടിട്ടുള്ള മേഖലയിലാണോ നിങ്ങൾ പ്രവർത്തിക്കുന്നത്? ആ കാര്യങ്ങൾ ശരിയാണോ? ഇതുമായി ബന്ധപ്പെട്ട് അഭിപ്രായം രേഖപ്പെടുത്തേണ്ടത് ഇനി നിങ്ങളാണ്. ഈ ഒരു ഗ്രിഡ് ശരിയാണോ? ഇതിൽ പറഞ്ഞിരിക്കുന്ന കാര്യങ്ങൾ ഒരു 50% ശരിയായി വരുന്നുണ്ടോ? തീർച്ചയായിട്ടും ആ വിലപ്പെട്ട അറിവുകൾ നിങ്ങൾ ഈ വീഡിയോയ്ക്ക് താഴെ കമൻ്റായി രേഖപ്പെടുത്തുക. അടുത്ത വീഡിയോയിൽ പുതിയ അറിവുമായി കണ്ടുമുട്ടാം. എല്ലാവർക്കും നന്ദി, നമസ്കാരം.